ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സീനിയുടെയും ക്രിറ്റിൻ്റെയും ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ക്രിറ്റ് ഒരുപാട് ഇഞ്ചുവേർഡ് ആയിരുന്നു. സോ അവനെയും കൂട്ടി അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ക്രിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ സീനയും തീയും ഒരുപാട് ടെൻഷനിൽ വെളിയിൽ നിൽക്കുകയാണ്. തീ സീനയോട് നീ പോയി നിന്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, നീ ഒരുപാട് ഇഞ്ചുവേർഡ് ആയിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഞാൻ സഹിക്കുവാൻ തോന്നുന്നുണ്ടോ? ഞാൻ കാരണമാണ് ക്രിറ്റിന് ഈ അവസ്ഥ വന്നത്. അവൻ്റെ വിവരം അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് അവൾ പറയുന്നു. ഡോക്ടർ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്നു. ക്രിറ്റിൻ്റെ കണ്ടീഷനെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഡേഞ്ചർ കണ്ടീഷൻ പേഷ്യൻ്റ് തരണം ചെയ്തു. ഇപ്പോൾ അവൻ ഒരുപാട് ബെറ്റർ ആണെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ രണ്ടുപേർക്ക് ആശ്വാസമാകുന്നുണ്ട്. അവനെ കാണാൻ അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നു. ക്രിറ്റ് ഇപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. ഇവനിങ്ങനെ കാണുമ്പോൾ സീന ഒരുപാട് ഇമോഷണലാകുന്നുണ്ട്. അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ അവനോട് സോറി പറയുന്നു. ഞാൻ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ വന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ഇമോഷണലാകുന്നു. തീ അവളോട് ഡോക്ടർ പറഞ്ഞല്ലേ ഇപ്പോൾ ക്രിറ്റ് സേഫാണെന്ന്, നീ പോയി നിന്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, നീ ഒരുപാട് ഇഞ്ചുവേർഡ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ക്രിറ്റിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ സീനയ്ക്ക് ഒരു മനസ്സുണ്ടായിരുന്നില്ല. തീ ഫോഴ്സ് ചെയ്ത് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നു. നിന്റെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് തൻ്റെ ഇഞ്ചുറീസ് എല്ലാം ഡ്രസ് ചെയ്ത ശേഷം സീന വെളിയിലേക്ക് വരുമ്പോൾ തീ ആരോടോ സംസാരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇതാരാണെന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ ഫ്രണ്ടാണ്, പോലീസ് ഓഫീസറാണ്, പേര് ക്യാപ്റ്റൻ ചാൾസ്. നിന്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. നിന്റെ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് തീ പറയുമ്പോൾ എനിക്കുറപ്പാണ് ഇതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ല, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്തതാണെന്ന് സീന പറയുന്നു. ഈ കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് ചെറുതായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ആരോ മനഃപൂർവ്വം കാറിൻ്റെ ബ്രേക്ക് ഫെയിലാക്കിയതാണെന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഞാൻ വഴി സിരിയെ അറിയുന്നു. സീനിയുടെയും ക്രിറ്റിൻ്റെയും ആക്സിഡൻറ്റ് സംഭവിച്ചുവെന്നും ക്രിറ്റിൻ്റെ കണ്ടീഷൻ ഒരുപാട് ഡേഞ്ചറിലായിരുന്നുവെന്നും ഇതെല്ലാം കേൾക്കുമ്പോൾ സിരി ഒരുപാട് ടെൻഷനിലാകുന്നു. നീ ടെൻഷനാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്രിറ്റിൻ്റെ കണ്ടീഷൻ ഡേഞ്ചറൊന്നും അല്ല, അവൻ സേഫാണ്. സീനയെ ഓക്കെയാണ്. അവൾ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് ഞാൻ പറയുന്നു. ഇവിടെ സീന തീയോട് എന്നോട് ഇങ്ങനെ ചെയ്ത ആരാണെങ്കിലും ഞാൻ കണ്ടെത്തുമെന്ന് പറയുന്നു. അവൾ ബ്ലെയിം ചെയ്യുന്നത് തീയുടെ വീട്ടിൽ ആരുമാണ് ഇത് ചെയ്തെന്നാണ്. കാരണം കാർ അവൻ്റെ വീട്ടിലായിരുന്നു. സോ അവളെ മനഃപൂർവ്വം ഹർട്ട് ചെയ്യാൻ വേണ്ടി ആരോ കാറിൻ്റെ ബ്രേക്ക് ഫെയിലാക്കിയതാണെന്ന് അവൾ പറയുന്നുണ്ട്. ഒരു പ്രൂഫും ഇല്ലാതെ എൻ്റെ ഫാമിലിയെ നീ ഇങ്ങനെ വെറുതെ ബ്ലെയിം ചെയ്യരുത്. ചിലപ്പോൾ ഇത് ചെയ്തത് മറ്റാരെങ്കിലും ആണെങ്കിലോ, നീ അവരെ വെറുതെ സംശയിക്കുകയാണെങ്കിലോ എന്ന് തീ ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ചെയ്തത് നിന്റെ ഫാമിലിയിൽ ആരോ ആണെന്ന് അവൾ പറയുന്നു. അതിനുശേഷം സീന വീട്ടിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. തൻ്റെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഓരോരുത്തരും ആ ടൈമിൽ എവിടെയായിരുന്നുവെന്ന്. കാരണം സീന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വറീഡായിരുന്നു. തൻ്റെ സ്ഥാനത്ത് തൻ്റെ സിസ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു ആലോചിച്ച് അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അവളുടെ ക്വസ്റ്റ്യനിങ്ങിന് ഓരോരുത്തരും ഓരോ ആൻസർ പറയുന്നു. ഒരാൾ ടെമ്പിളിലായിരുന്നുവെങ്കിൽ മറ്റേയാൾ ബിസിനസ് മീറ്റിങ്ങിന്, വേറൊരാൾ കോളേജിൽ. ഇങ്ങനെ ഓരോരോ റീസൺസ് എല്ലാവരുടെയും പക്കലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം സീനയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് താൻ കാരണമല്ലെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. ലാസ്റ്റ് തീ നിനക്കെന്താ സമാധാനമായില്ലേ? ഇവരാരും കാരണമല്ല നിന്റെ ആക്സിഡൻറ്റ് സംഭവിച്ചത്. നിന്റെ ഈ ക്വസ്റ്റ്യനിങ് നിർത്താൻ അവൻ അവളോട് പറയുന്നു. പക്ഷേ സീൻ എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. എനിക്കുറപ്പാണ് ഇത് ചെയ്തത് ഈ വീട്ടിലെ ആരോ ആണെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ തീയുടെ കൂടെ സീന ക്രിറ്റിനെ കാണാൻ വരുന്നു. ക്രിറ്റിന് അപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. സീന വറീഡാകുന്നു. അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ക്രിറ്റിന് ബോധം വരുന്നു. തൻ്റെ കൺമുന്നിൽ സീനയെ കാണുമ്പോൾ നീ ഓക്കെ അല്ലേ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ക്രിറ്റ് അവളോട് ചോദിക്കുന്നു. നീ എന്നെക്കുറിച്ച് വറി ചെയ്യേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് സീന പറയുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇത്രയും കെയർ ചെയ്യുന്ന കാണുമ്പോൾ തീ ചെറുതായിട്ട് ജലസാകുന്നു. അവൻ അവളോട് ക്രിറ്റിന് ബോധം വന്ന സ്ഥിതിക്ക് നീ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യുന്ന ബെറ്റർ, കാരണം നീ ഒരുപാട് ഇഞ്ചുവേർഡ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ എവിടെയും പോകുന്നില്ല, ക്രിറ്റ് ഓക്കെ ആകുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് സീന പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ചാൾസ് അവിടേക്ക് വരുന്നു. സീനയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ അവൾ വെളിയിലേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ ക്രിട്ട് തീയോട്, എൻ്റെയും സീനിയുടെ റിലേഷനെ കുറിച്ച് നിനക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിലേഷനും ഞങ്ങൾ തമ്മിലില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് ക്രിട്ട് അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സീനയും നന്നും ഈ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. തനിക്ക് നേരെ ഇത്രയും വലിയ അറ്റാക്ക് സംഭവിച്ച ശേഷം സീന വെറുതെ ഇരിക്കില്ലല്ലോ. അവൾ എല്ലാ മെമ്പേഴ്സിനെ ഫോട്ടോസ് ഒട്ടിച്ച് ഇവരിൽ ആരാണ് തന്നെ ടാർഗറ്റ് ചെയ്തെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ലൈക്ക് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാകുക, ഇതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്രിട്ടിനെ കാണാനായിട്ട് റിയൽ സിരിയ വരുന്നു. കാരണം ഈ ന്യൂസ് കേട്ടിട്ട് അവൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, നിന്നെങ്ങാനും ഇവിടെ തീ കാണുകയാണെങ്കിൽ എല്ലാ പ്രശ്നമാകുമെന്ന് ക്രിട്ട് പറയുന്നു. തനിക്കിപ്പോൾ ഒന്നിലും ഒരു പേടിയില്ലെന്ന് സിരിയും പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സീനി അവിടേക്ക് വരുന്നു. അവരുടെ കൂടെ ക്രിട്ടിന് ഫുഡുമായിട്ട് തീയുടെ സ്പൈ ഉണ്ടായിരുന്നു. സിരിയുടെ കൂടെ വന്ന് പീക്കിനെ കാണുമ്പോൾ കാവു അവനെ അങ്കിളിന് വിളിക്കുന്നു. ഇത് കേൾക്കുന്ന സ്പൈ, കാവു എന്തിനാ നിന്നെ അങ്കിളിന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, കുഞ്ഞു കുട്ടിയല്ലേ, എനിക്കിവരെ അറിയ പോലുമില്ല, ഞാൻ ഇവരോട് ഡയറക്ഷൻ ചോദിക്കാൻ വന്നതാണെന്ന് പീക്ക് പറയുന്നുണ്ട്. അതെ, ഇദ്ദേഹം എന്നോട് ഡയറക്ഷൻ ചോദിക്കുകയായിരുന്നു. ഞാൻ താങ്കൾക്ക് വഴി പറഞ്ഞു തന്നെയല്ലേ, താങ്കൾ ആ വഴി പോയാൽ മതിയെന്ന് സീന അവനോട് പറയുന്നു. പീക്ക് വേഗം അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ സ്പൈക്ക് എന്തോ സംശയം തോന്നുന്നു. സീന നന്നോട്, നീ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഈ കാര്യത്തെക്കുറിച്ച് ഇവൻ കൂടുതൽ ഇവിടെ ചെയ്യാൻ സമ്മതിക്കരുതെന്ന് പറയുന്നു. എന്നിട്ട് തനിക്ക് ക്രിട്ടിനെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് സീന അവിടുന്ന് പോകുന്നുണ്ട്. ഞാൻ അവൻ്റെ പിറകെ പോകുന്നു. സീന സിരിയെ കാണുന്നുണ്ട്. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട എല്ലാം വെറുതെ ആകുമെന്ന് സീന പറയുന്നുണ്ട്. ഞാൻ കാരണം ഒരാളുടെ ജീവൻ അപകടത്തിലാകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിന്റെ ഈ പ്ലാനിങ് എല്ലാം നീ ഡ്രോപ്പ് ചെയ്യാൻ സിരി അവളോട് പറയുന്നു. ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാൻ ഇനി പുറകോട്ട് പോകില്ല. എൻ്റെ സിസ്റ്ററിനോട് ഇങ്ങനെ ചെയ്ത ആരാണോ ഞാൻ അവരെ കണ്ടെത്തുമെന്ന് സീന പറയുന്നു. ഇങ്ങനെ എത്ര നാൾ പോകാനാണ് നീ പ്ലാൻ ചെയ്യുന്നത്? ഇതുപോലെ നാടകം കളിച്ച് നിന്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സിരിയ പറയുമ്പോൾ, നീ എനിക്ക് 3 മാസത്തെ ടൈം തന്നാൽ മതി, ഈ 3 മാസം കൊണ്ട് നിന്നെ ആരാണ് ഹർട്ട് ചെയ്ത് ഞാൻ കണ്ടെത്തും, എന്നിട്ട് എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയുമെന്ന് സീന പറയുന്നു. നെക്സ്റ്റ് സീനിൽ നൈറ്റ് ആകുമ്പോൾ സീന ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വേഷം മാറി തീയുടെ വീടിനുള്ളിലേക്ക് വരുന്നു. മെയിൻ ഹൗസിലേക്ക് വരുന്നു. പക്ഷേ തീ അവളെ കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവിടുന്ന് ഓടുന്നു. അവൻ അവളുടെ പിറകെയും. അവളെ തീഫ് എന്ന് വിളിച്ചാണ് അവൻ ഓടുന്നത്. സീന ഓടി ഒരു വിധത്തിൽ അവളുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഈ തീഫ് സീനിയർ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് തീ കാണുന്നുണ്ട്. ഇനി ആ തീഫ് സിരി എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച് തീ പെട്ടെന്ന് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോഴേക്കും നണ്ണിൻ്റെ ഹെൽപ്പോടെ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തീ പെട്ടെന്ന് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കണ്ട് സീന പേടിക്കുന്നു. നീ എന്തായി ചെയ്യുന്നത്? ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു, അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് അവൾ പറയുന്നു. അവൻ വെളിയിലേക്ക് പോകുന്നുണ്ട്. നീ ഡോർ ലോക്ക് ചെയ്തില്ലായിരുന്നു എന്ന് ഞാൻ ഷോക്കായിട്ട് ചോദിക്കുമ്പോൾ ആ ടെൻഷനിൽ ഞാൻ അതെല്ലാം മറന്നു എന്ന് സീന പറയുന്നു. കാരണം ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ എല്ലാ കള്ളങ്ങളും ഇന്ന് പൊളിയുമായിരുന്നു. സീനിയൻ അണ്ണും തീയോട് സംസാരിക്കാനായി റൂമിൻ്റെ വെളിയിലേക്ക് വരുന്നു. ഇത്രയും ലേറ്റ് നൈറ്റ് നീ എന്തിനാ എൻ്റെ റൂമിലേക്ക് വന്നേന്ന് സീന ചോദിക്കുമ്പോൾ, ഞാനൊരു തീഫിനെ ഫോളോ ചെയ്യായിരുന്നു, അവൻ ഓടി വന്നത് നിന്റെ റൂമിൻ്റെ ഡയറക്ഷനിലേക്കാണ്, സോ നീ സേഫാണോ ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് തീ പറയുന്നു. ഈ വീട്ടിൽ ഇപ്പോൾ ഞാനും ഞണ്ണുമല്ലാതെ നീ മാത്രമേ ഉള്ളൂ, എന്താ നീ നിന്നെ തന്നെയാണോ തീഫെന്ന് പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തമാശ പറയുന്ന മൂഡിലല്ല, ഞാൻ കാര്യമായിട്ട് പറയാണ്. ഒരു തീഫ് ഈ വഴി കൂടി വന്നു. ഒരു കാര്യം ചെയ്യാം, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് തീ പറയുന്നു. പക്ഷേ സീനിയാകട്ടെ ഒട്ടും സമ്മതിക്കുന്നില്ല. എൻ്റെ റൂമിൽ എൻ്റർ ചെയ്യാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ നിന്റെ ലീഗൽ ഹസ്ബൻഡാണ്, നിന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവൻ പറയുന്നു. സീന സമ്മതിക്കുന്നില്ലെങ്കിലും തീ ആ വീട് ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നോക്കുന്നു. എനിക്കുറപ്പാണ് ഞാൻ ആ തീഫ് ഓടി വരുന്നത് കണ്ടത് ഈ ഡയറക്ഷനിലേക്കാണ്. എന്നിട്ടിപ്പോൾ ഇതെവിടെ പോയെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്.
അവൻ ആ വീട്ടിലെ ഡോറും വിൻഡോസും എല്ലാം ചെക്ക് ചെയ്യുന്നു, പ്രോപ്പറായി ലോക്ക് ചെയ്തുവെന്ന്. ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതുവരെ ഒരു തീഫും ഇവിടേക്ക് വന്നിട്ടില്ല. പെട്ടെന്ന് ഇവിടെ ഇതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. സീനി റൂമിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ തീ അവിടേക്ക് വരുന്നു. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞാണ്, ഒരു കാരണവശാലും എൻ്റെ റൂമിൽ കിടക്കാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ടെന്ന്. ഞാൻ നിന്റെ ലീഗൽ ഹസ്ബൻഡാണ്. തീഫോ എല്ലാം വന്ന് നിന്നെ എന്തെങ്കിലും ഹർട്ട് ചെയ്യുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്റെ കാലുകൾ ഓൾറെഡി പാരലൈസ് ആണ്. അവർ വന്ന് നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ആരുടെ ഹെൽപ്പ് ചോദിക്കും? അതുകൊണ്ട് നിന്റെ കൂടെ ഞാനിവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തീ പറയുന്നു. ഇത് കേട്ട് സീന, തീഫിൽ നിന്ന് നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ? മിക്കവാറും രാത്രിയിൽ നീ തീഫാണെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടാതിരുന്നാൽ നിനക്ക് കൊള്ളാം. കാരണം ഞാൻ കരാട്ടെ ചാമ്പ്യനാണ്. എനിക്ക് നന്നായിട്ട് ഫൈറ്റിന് അറിയാം. ശരിയാ, എൻ്റെ കാല് പാരലൈസ് ആണ്. പക്ഷേ എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ലെന്ന് അവൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും താൻ ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ സീന സമ്മതിക്കില്ലെന്ന് മനസ്സിലാകുമ്പോൾ തീ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സീന ഇതിനെക്കുറിച്ച് നന്നോട് സംസാരിക്കുന്നു. തീ പല വിധത്തിൽ എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ, ഇനി തീക്ക് നിന്നിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നിന്നെ ഫുൾ ടൈം വാച്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കോ അവൻ നിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അവന് എന്നെ ഡൗട്ടുണ്ടെന്ന്. എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ റൂമിലേക്ക് വരാൻ അവൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഞാൻ ഇത് സമ്മതിക്കില്ലെന്ന് സീന പറയുന്നു. ഈ സീനിൽ തീ തൻ്റെ ഫ്രണ്ടായ ക്യാപ്റ്റൻ ചാൾസിൻ്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. ഇന്നലെ എൻ്റെ വീട്ടിൽ ഒരു തീഫ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ വൈഫിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന ശേഷം അവൻ മിസ്സായെന്ന് അവൻ പറയുന്നുണ്ട്. ഇനി ആ തീഫ് ചിലപ്പോൾ നിന്റെ വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെങ്കിലോ? കാരണം നിന്റെ വൈഫിന് നേരെ ഇതുപോലെ നേരത്തെയും ഒരുപാട് അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. സോ ആ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെന്ന് ഓഫീസർ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം തീ ഓർക്കുന്നു. തൻ്റെ ഫാമിലിയെ സീന ബ്ലെയിം ചെയ്തതുമെല്ലാം. അതുകൊണ്ട് സീനയെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ താൻ ശ്രമിക്കുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അവനെ സംബന്ധിച്ച സ്ഥിതിയെ. നെക്സ്റ്റ് സീനിൽ ഫുൾ ഫാമിലി മെമ്പേഴ്സും കാവുവിനെ സ്കൂളിൽ അയക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഒരുപാട് സ്കൂളുകളുടെ ബ്രോഷർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ കൂടെ സീനയെ നോക്കുന്നുണ്ട്. ഏത് സ്കൂള് വേണമെന്ന് അവരെല്ലാവരും ഓരോ സജഷൻസ് പറയുന്നു. പക്ഷേ സീനയ്ക്ക് സ്കൂളുകളൊന്നും ഇഷ്ടമാകുന്നില്ല. ദാരിക അപ്പോൾ, നിനക്ക് ഏത് ടൈപ്പ് സ്കൂളാണ് വേണ്ടത്? ഈ സ്കൂളുകളെല്ലാം ഈ ലൊക്കാലിറ്റിയിലെ ഏറ്റവും ഹൈഫൈ സ്കൂളുകളാണ്. ഹൈ സൊസൈറ്റി ആളുകൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. നിന്റെ മകൻ്റെ അഡ്മിഷന് വേണ്ടി നീ ഏത് ടൈപ്പ് സ്കൂളാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ മകൻ ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് സീന ഒരു സ്കൂളിൻ്റെ പേര് പറയുന്നു. അതൊരു സാധാരണ സ്കൂളായിരുന്നു. ഞങ്ങൾ സജസ്റ്റ് ചെയ്ത ഈ സ്കൂളുകൾക്ക് എന്താണ് പ്രശ്നം? കാവു നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ പഠിച്ച് അവന് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തീ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്കൂളും വളരെ നല്ലതാണ്. കുട്ടികളെ സ്പോയിലാക്കുന്ന ഒരു കാര്യം അവിടെ പഠിപ്പിക്കാറില്ല. ഫ്യൂച്ചറിൽ അവർ നല്ല പേഴ്സണാലിറ്റിയോടെ വളർന്നു വരുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ എന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ദാരിക്കും ന്യൂട്ടിനും ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാവു സ്കൂളിൽ പോകാൻ പോവുകയാണെന്ന കാര്യം സിരിയെ വിളിച്ച് സീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സിരി ഒരുപാട് ഹാപ്പിയാകുന്നു. തൻ്റെ മകൻ എത്ര പെട്ടെന്ന് വലുതായത്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. കാവുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് സിരിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. നീ കുറച്ചു നാളോട് വെയിറ്റ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് സോൾവ് ആകും. അതിനുശേഷം നിനക്ക് ഡെയിലി കാവുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും പറ്റും. നിനക്ക് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകാമെന്ന് സീന പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഞാൻ കാവുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നണ്ണ അവനോട്, നീ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകാൻ പോകുകയാണെന്ന് പറയുന്നു. ഇല്ല, എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്കെന്നെ മമ്മയെടുത്ത് പോയാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട്. സ്കൂളിൽ പോകുന്നത് വളരെ നല്ലതാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നിനക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. നിനക്കവിടെ ഒരുപാട് കളികൾ കളിക്കാൻ പറ്റും. കാവു ഇപ്പോൾ വലുതായി. നീ സ്കൂളിൽ പോകാമെന്ന് അറിയുകയാണെങ്കിൽ നിന്റെ മമ്മ ഒരുപാട് ഹാപ്പി ആകുമെന്നും ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്ന് കാവു പറയുമ്പോൾ, ശരി സ്കൂളിൽ പോകാമെന്ന് നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ കളിക്കാമെന്ന് ഞാൻ പറയുന്നു. കാവു സമ്മതിക്കുന്നുണ്ട്. ഹൈഡ് ചെയ്യാൻ വേണ്ടി കാവു വെളിയിലേക്ക് വരുമ്പോൾ
ന്യൂട്ട് അവിടെ ഇരുന്ന് കരയുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ന്യൂട്ടിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച്, ആൻറ്റി എന്തിനാ കരയുന്നത്? ആരെങ്കിലും ആൻറ്റിയെ വഴക്ക് പറഞ്ഞോ? ഹർട്ട് ചെയ്തോ? ആൻറ്റി വിഷമിക്കേണ്ടെന്ന് പറയുന്നു. ഒരു കൊച്ചുകുട്ടി തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോൾ ന്യൂട്ട് ഒരുപാട് ഇമോഷണലാകുന്നു. ന്യൂട്ട് അവനെ പിടിച്ച് ഒരുപാട് കരയുന്നു. കാവു അവളുടെ കണ്ണീർ തുടച്ച്, മമ്മ എപ്പോഴും പറയാറുണ്ട് നല്ല കുട്ടികൾ കരയില്ലെന്ന്. ആൻറ്റി കരയേണ്ട ആവശ്യമില്ല. ആൻറ്റി ആരെ ഹർട്ട് ചെയ്തെന്ന് എന്നോട് പറ, ഞാൻ മമ്മയോട് പറഞ്ഞു കൊടുക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. സീന അപ്പോൾ അവിടേക്ക് വരുന്നു. ന്യൂട്ടിൻ്റെ അടുത്ത് കാവു നിൽക്കുന്ന കാണുമ്പോൾ അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. കാരണം ന്യൂട്ടെങ്ങാനും കാവിനെ ഹർട്ട് ചെയ്യുമെന്ന് അവൾ പേടിക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് കാവിനെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. ന്യൂട്ട് കാവിനോട് താങ്ക്സ് പറയുന്നുണ്ട്. നീ എന്നോട് സംസാരിച്ച കാരണം എൻ്റെ ഡിപ്രഷൻ കുറച്ച് കുറഞ്ഞെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ നൈറ്റാണ് കാണിക്കുന്നത്. സീന അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീ അവിടേക്ക് വരുന്നു. സീന ഇത്രയും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ടീക്ക് അവളെ ടീസ് ചെയ്യാൻ തോന്നുന്നു. അവൻ പതുക്കെ അവൻ്റെ ഡ്രസ്സ് ഊരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് സീന അടുത്തേക്ക് വരുന്നു. അവൾ അവനെ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത്? നീ എന്താ ക്രേസിയാണോ? സൈക്കോ ആണോ? നീ എൻ്റെ റൂമിൽ ഈ ഷർട്ട് ഇടാതെ എന്ത് ചെയ്യാണ്? വേഗം ഇടുന്നു പോകാൻ അവൾ പറയുന്നുണ്ട്. എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിനക്ക് ഷൈ ഫീൽ ചെയ്യുന്നു എന്ന് അവൻ ചോദിക്കുന്നു. നിനക്കെന്താ എന്നെ കണ്ടിട്ട് എനിക്ക് വട്ടുണ്ടെന്ന് തോന്നുന്നു? നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഷൈ ഫീൽ ചെയ്യാനോ? ഒരിക്കൽ നടക്കില്ല എന്ന് അവൾ പറയുന്നു. ടീ അപ്പോൾ അവൻ്റെ ബാക്കി ഡ്രസ്സും അവിടെ നിന്ന് ഊരാൻ തുടങ്ങുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് ടീയോട് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ബാത്ത് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ കുറച്ചു നേരം എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പുഷപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴും അവൻ മാക്സിമം സീനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് സീന അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് വീൽ ചെയറിൽ നിന്ന് അവളെ എടുക്കുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത്? എന്നെ താഴെയാക്കാൻ അവൾ പറയുന്നു. ഞാൻ ബാത്ത് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നിന്റെ കൂടെ ബാത്ത് ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് അവൻ പറയുന്നു. ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലറിൽ പിടിക്കുന്നുണ്ട്. അവനാകട്ടെ അവളെ വലിക്കുന്നു കൂടെ വരാൻ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ പിടിവലി കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേര് ആക്സിഡൻ്റലി ബെഡിലേക്ക് വീഴുന്നു. നീ എന്താ കൊച്ചു കുട്ടിയാണോ ബാത്ത് ചെയ്യാൻ ഒരാളെ ആവശ്യപ്പെടാൻ? ഒറ്റയ്ക്ക് പോയി ബാത്ത് ചെയ്യാൻ അവനോട് അവൾ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ബാത്ത് ചെയ്യുകയാണെങ്കിൽ നിന്റെ കൂടെ ചെയ്യുള്ളൂ എന്ന് അവനും പറയുന്നു. ഇങ്ങനെ കുറേ നേരം അവൻ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബാത്ത് ചെയ്യാനായി അവിടുന്ന് പോകുന്നു. പക്ഷേ വാഷ്റൂമിൽ കയറിയിട്ടും അവൻ തുറന്ന് വീണ്ടും അവൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു.